ഇവിടെ ലുക്കപ്പ് ഫംഗ്ഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ ഈ ലുക്കപ്പ് ഫംഗ്ഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്, വി ലുക്കപ്പ് ഫംഗ്ഷനും എച്ച് ലുക്കപ്പ് ഫംഗ്ഷനും. അപ്പൊ വി ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വേർട്ടിക്കൽ ലുക്കപ്പ് ഫംഗ്ഷനെയാണ് നമ്മൾ വി ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡാറ്റ തന്നത് കോളം ബേസ് ആണ് നമുക്ക് ഡാറ്റ തന്നതെങ്കിൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് വി ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ, കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ ക്ലിയർ ആവുന്നില്ലേ എന്നുള്ളത്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് വി ലുക്കപ്പ് ഫംഗ്ഷൻ ആണ്. വി ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, വേർട്ടിക്കൽ ലുക്കപ്പ് ഫംഗ്ഷൻ അല്ലെ. നമുക്ക് ഡാറ്റ തന്നത്, നമുക്ക് ഇപ്പൊ കോളം ബേസിൽ നമുക്ക് ഡാറ്റ തന്നെങ്കിൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് വി ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ വി ലുക്കപ്പ് ഫംഗ്ഷന്റെ മീനിങ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒന്നാമത്തെ കോളത്തിന് സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂ മറ്റു കോളത്തിൽ നമുക്ക് റിട്ടേൺ ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വി ലുക്കപ്പ് ഫംഗ്ഷന്റെ മീനിങ് പറയുന്നത്. അതായത് ഇവിടെ ഒരു നോട്ട് തന്നിട്ടുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. വി ലുക്കപ്പ് ലെറ്റ്സ് യു ലുക്കപ്പ് എ വാല്യൂ ഇൻ എ കോളം ഓൺ ലെഫ്റ്റ് ദെൻ റിട്ടേൺ ഇൻഫർമേഷൻ ഇൻ അനദർ കോളം റൈറ്റ് സൈഡ് ഇഫ് യു ഫൈൻഡ് മാച്ച്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒന്നാമത്തെ കോളം, നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒന്നാമത്തെ കോളത്തിന് മാച്ചിങ് ആയിട്ടുള്ള വാല്യൂ നമ്മളെ റൈറ്റ് സൈഡിലുള്ള മറ്റു കോളത്ത് നമുക്ക് റിട്ടേൺ ചെയ്തിട്ട് കിട്ടാൻ. ഇവിടെ ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ടാബിൾ തന്നിട്ടുണ്ട് അല്ലെ, സ്റ്റുഡൻസിന്റെ നെയിമും അവരെ പേപ്പേഴ്സിന്റെ പേര് അതേപോലെ ടോട്ടൽ മാർക്കും റിസൾട്ട് പെർസെന്റേജ് ഉള്ള ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഈ ഡാറ്റന്റെ അകത്ത് നിനക്ക് എന്ത് വേണം, ഇജാസിന്റെ ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇതൊരു ചെറിയ കോളായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ എന്താണ് ഇജാസിന്റെ ടോട്ടൽ മാർക്ക് എത്രയാണെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ. പകരം ഇതിപ്പോ ഒരു 500 സ്റ്റുഡൻസിന്റെയോ അല്ലെങ്കിൽ 1000 സ്റ്റുഡൻസിന്റെയോ ഒരു ടാബിൾ ആണെങ്കിൽ പെട്ടെന്ന് ഇപ്പം ഇജാസിന്റെ ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എളുപ്പമായിരിക്കോ? കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ വി ലുക്കപ്പ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ സിൻടാക്സ് വരുന്നത് ഇസ് ഈക്വൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ലുക്കപ്പ് വാല്യൂ കോമ ടാബിൾ അറേ കോമ കോളം ഇൻഡെക്സ് നമ്പർ കോമ ട്രൂ ഓർ ഫോൾസ്. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്താണോ നമ്മൾ ലുക്ക് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ എക്സാമ്പിളിനകത്ത് നമ്മൾ ഇജാസിനെ ലുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നല്ലേ. അപ്പൊ ആ ഇജാസ് ആയിരിക്കും നമ്മളെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത്. വാട്ട് ഡു യു വാണ്ട് ടു ലുക്ക് ഫോർ, എന്തിനെ ലുക്ക് ചെയ്തിട്ടാണോ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത് അതായിരിക്കും നമ്മളെ ലുക്കപ്പ് വാല്യൂ. അത് എപ്പോൾ എത്തുന്നതായിരിക്കും, നമ്മളെ ഫസ്റ്റ് കോളത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ ലുക്കപ്പ് വാല്യൂ ഉണ്ടാവുക. അത് നമ്മൾ എക്സാമ്പിൾ വെച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇതിപ്പോ ജസ്റ്റ് ഇതിന്റെ മീനിങ് മാത്രം നമുക്ക് നോക്കാം. ദെൻ ടാബിൾ എറേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലുക്കപ്പ് വാല്യൂ ഉള്ള ആ ടാബിൾ മൊത്തത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാബിൾ എറേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോളം ഇൻഡെക്സ് നമ്പർ. കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫൈൻഡ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇജാസിന്റെ ടോട്ടൽ മാർക്കായിരുന്നു അവിടെ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നല്ലേ. ഈ ടോട്ടൽ മാർക്ക് നമ്മൾ ടാബിളിനകത്ത് എത്രാമത്തെ കോളത്തിലാണ് ഉള്ളതെന്നുള്ളതാണ് കോളം ഇൻഡെക്സ് നമ്പർ കൊണ്ട് പറയുന്നത്. ദെൻ ട്രൂ ഓർ ഫോൾസ്, ഇത് നമുക്ക് എക്സാക്ട് മാച്ച് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് വേണ്ടതല്ലേ, നമുക്ക് കറക്റ്റ് ആൻസർ അല്ലേ കിട്ടേണ്ടത്. അപ്പൊ അവിടെ എക്സാക്ട് മാച്ചിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വാല്യൂ ആണ് 0 എന്നുള്ളത്. അത് എപ്പോൾ 0 ആയിരിക്കും. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് വി ലുക്കപ്പ് ഫംഗ്ഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം ആദ്യം. ഇത് പറഞ്ഞ മീനിങ് പറഞ്ഞ ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു ഡാറ്റനകത്ത് നിന്ന് ഇജാസിന്റെ ടോട്ടൽ മാർക്കാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം എക്സലിനകത്തുള്ള എല്ലാ ഫോർമുലാസും സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈസ് ഈക്വൽ ടു വെച്ചിട്ടായിരിക്കും അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ഈസ് ഈക്വൽ ടു കൊടുക്കുക. നെക്സ്റ്റ് വി ലുക്കപ്പ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. ലുക്കപ്പ് ഫംഗ്ഷൻ കൊടുത്തതിന് ശേഷം ഒന്നുകിൽ നമ്മൾ കീബോർഡിനകത്തുള്ള ടാബ് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക്, മൗസിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മളോട് പറയുന്ന ആർഗ്യുമെന്റ് എന്താണ്, ലുക്കപ്പ് വാല്യൂ ആണ്. നമ്മൾ പറഞ്ഞു ലുക്കപ്പ് വാല്യൂ എന്താണ്, നമ്മൾ ഏതിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത് അതായിരിക്കും നമ്മളെ ലുക്കപ്പ് വാല്യൂ. ഇവിടെ നമ്മൾ ആരെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്,
ഇജാസിന്റെ ബേസ് ചെയ്തിട്ടാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ എന്തായിരിക്കും? ഇജാസ് ആയിരിക്കും നമ്മളെ ലുക്കപ്പ് വാല്യൂ. ഇപ്പൊ നമ്മൾ ഇജാസിനെ സെലക്ട് ചെയ്യാം. നമുക്ക് ഒന്നുകിൽ ഇവിടുന്ന്, ഇതിപ്പോ നമ്മൾ ഈ ഡാറ്റ ഇപ്പുറത്തേക്ക് ഇട്ടതാണല്ലോ, ഒന്നുകിൽ നമുക്ക് ലുക്കപ്പ് വാല്യൂ ഇവിടുന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളെ ടാബിളിന്റെ അകത്ത് ഉള്ള ഡാറ്റേനകത്തുള്ള ഇജാസിനെ വേണമെങ്കിലും കൊടുക്കാം. അത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ടാബിളിനകത്ത് നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വരും, എവിടെയാ ഇജാസ് എവിടെയാ ഉള്ളതെന്ന് സെർച്ച് ചെയ്യേണ്ടി വരും. കോമ ടാബിൾ എറേ. ടാബിൾ എറേ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ഡാറ്റ അടങ്ങിയ ടാബിൾ ഏതാണോ, നമ്മൾ ഇജാസിന്റെ ഡാറ്റയുള്ള ടാബിൾ ഏതാണോ ആ ഒരു ടാബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ടാബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു, കോമ, വീണ്ടും കോമ ഇടുന്നു. നെക്സ്റ്റ് കോളം ഇൻഡെക്സ് നമ്പർ. കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഇജാസിന്റെ ടോട്ടൽ മാർക്ക്. ഈ ടോട്ടൽ മാർക്ക് നമ്മളെ ടാബിളിൻ്റെ അകത്ത് എത്രാമത്തെ കോളത്തിലാന്ന് നോക്കാം. 1, 2, 3, 4. അപ്പൊ ആ ഒരു നമ്പർ ആയിരിക്കണം നമ്മളെ കോളം ഇൻഡെക്സ് നമ്പറിൽ കൊടുക്കേണ്ടത്. 4 കൊടുക്കുക, കോമ. നമുക്ക് ഇവിടെ എക്സാക്ട് മാച്ച് ആയിട്ടുള്ള വാല്യൂ കിട്ടണ്ടല്ലേ. അപ്പൊ എക്സാക്ട് മാച്ചിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു 0 ആണ്. അത് എപ്പോൾ 0 ആയിരിക്കും കേട്ടോ. അവിടെ നമ്മൾ 0 അപ്ലൈ ചെയ്യാം. ദെൻ ബ്രാക്കറ്റ് ക്ലോസ്. മനസ്സിലായോ? ആദ്യം VLOOKUP ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു, ലുക്കപ്പ് വാല്യൂ കൊടുത്തു, ടാബിൾ അറേ ഇട്ടു, കോമ ഇട്ടു, വീണ്ടും കോളം ഇൻഡെക്സ് നമ്പർ കൊടുത്തു, കോമ 0, ദെൻ എൻഡ്. ഓക്കെ, നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്. ചെയ്ത മനസ്സിലായിനോ? നമുക്ക് നെക്സ്റ്റ് ആളത് നോക്കാം. അതിന്റെ റിസൾട്ട് കണ്ടുപിടിക്കണം. ആള് പാസ്സാണോ ഫെയിൽ ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം VLOOKUP ഫംഗ്ഷൻ കൊടുക്കുന്നു, ഇസ് ഈക്വൽ ടു VLOOKUP. ലുക്കപ്പ് ഫംഗ്ഷൻ കൊടുത്തതിന് ശേഷം കീബോർഡിനകത്ത് ടാബ് പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് വരും? നമ്മളെ ഫംഗ്ഷനെ സെലക്ട് ആയി, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയതിനു ശേഷം ലുക്കപ്പ് വാല്യൂ. ഇവിടുത്തെ ഫസ്റ്റ് പറയുന്ന ആർഗ്യുമെന്റ് എന്താണ്? ലുക്കപ്പ് വാല്യൂ. അപ്പൊ ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ എന്താണ്? നമ്മൾ റിസാനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിസൾട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആരാണോ നമ്മൾ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഒന്നാമത്തെ കോളത്തിലുള്ള അവരായിരിക്കും നമ്മളെ ലുക്കപ്പ് വാല്യൂ. അപ്പൊ ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ ആരാണ്? റിസ്വാൻ, കോമ. നെക്സ്റ്റ് ടാബിൾ അറേ. ടാബിൾ അറേ എന്താ പറഞ്ഞത്? നമ്മള് ഈ റിസ്വാൻ അടങ്ങിയ ഡാറ്റയുള്ള ടാബിൾ. ഇപ്പൊ ഇവിടെ ഈ ഒരു ടാബിളിനകത്താണ് നമ്മൾ റിസ്വാന്റെ ഡാറ്റ ഉള്ളത് അല്ലേ. അപ്പൊ ആ ഡാറ്റയുള്ള ടാബിൾ ഏതാണോ ആ ടാബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യാം, കോമ. നെക്സ്റ്റ് ആർഗ്യുമെന്റ് കോളം ഇൻഡെക്സ് നമ്പർ. കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? റിസൾട്ട് ആണ്. റിസൾട്ട് ഈ ടാബിളിൻ്റെ അകത്ത് എത്രാമത്തെ കോളത്തിലാണുള്ളത്? ഈ ടേബിളിൽ നോക്കുക. 1, നെയിം ഒന്നാമത്തത്, പേപ്പർ 1 and 2 2, പേപ്പർ 3 and 4 3, 4 5. നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് ഈ ടേബിളിൽ 5ാമത്തെ കോളത്തിലാണ് ഉള്ളത്. അപ്പൊ ഈ 5 ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുക, കോമ. ഇവിടെ എക്സാക്ട് ആയിട്ട്, അതായത് നമുക്ക് ട്രൂ കറക്റ്റ് ആൻസർ ആണ് കിട്ടേണ്ടത് അല്ലേ. അപ്പൊ എക്സാക്ട് മാച്ച് ആണ് ഇവിടുത്തെ കൊടുക്കേണ്ടത്. അതിന്റെ വാല്യൂ ആണ് നമ്മൾ പറഞ്ഞത് 0. ഇവിടെ നമ്മൾ 0 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, ദെൻ എൻഡ്. തിരിഞ്ഞോ? യെസ്. നമുക്ക് പെർസെൻറ്റേജും കൂടി നോക്കി നോക്കാം. ഈക്വൽ ടു VLOOKUP ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്ന, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണ, ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് സാക്കി. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് ആയാലും പ്രശ്നമില്ല. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഡാറ്റ സെലക്ട് ചെയ്യാം, കോമ. ടാബിൾ അറേ, നമ്മളെ ടാബിൾ കൊടുക്കുന്ന, കോമ. കോളം ഇൻഡെക്സ് നമ്പർ. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6. 6ാമത്തെ കോളത്തിലാണ്. അപ്പൊ അവിടെ 6 കൊടുക്കുന്നു, കോമ. ട്രൂ വാല്യൂ അല്ല, എക്സാക്ട് മാച്ച് വാല്യൂ 0 കൊടുക്കുന്നു. Then bracket close, enter. Okay, correct answer. നെക്സ്റ്റ് വേറൊരു സ്റ്റുഡൻറ്റിന്റെ പേപ്പർ 3 and 4 മാർക്ക് നോക്കുന്നു. ഈക്വൽ ടു VLOOKUP, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു,
ലുക്കപ്പ് വാല്യൂ, ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് അരുണിമയാണ്. കോമ ടാബിൾ അറേ. ടാബിൾ അറേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടാബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു. കോമ കോളം ഇൻഡെക്സ് നമ്പർ 3 and 4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1, 2, 3 മൂന്നാമത്തെ കോളത്തിലാണ്. 3 അപ്ലൈ ചെയ്യുന്നു. കോമ 0. then bracket close. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഇപ്പൊ VLOOKUP ഫംഗ്ഷന്റെ മീനിങ് എന്താ മനസ്സിലായിട്ടുണ്ടാവൂലേ? നമ്മൾ ഈ ഒന്നാമത്തെ കോളത്തിന് മാച്ചിങ് ആയിട്ടുള്ള വാല്യൂ മറ്റു കോളത്തിൽ നിന്ന് റിട്ടേൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ VLOOKUP ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ടാബിളിനെ ബേസ് ചെയ്തിട്ട് ഓരോരുത്തരുടെ ടോട്ടൽ മാർക്ക് പെർസെന്റേജ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ കോൾ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പക്ഷേ എങ്കിൽ ഇതിപ്പം കുറച്ചൊരു 1000 സ്റ്റുഡൻസിന്റെ ഒക്കെ ഡാറ്റ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നെക്സ്റ്റ് നമ്മൾ VLOOKUP വെച്ചിട്ട് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കുന്നത്. നമ്മൾ നേരത്തെ നോക്കിയതിനകത്ത് ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ ഒന്ന് മാത്രം ലുക്ക് ചെയ്തിട്ടായിരുന്നു നമ്മൾ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടായത് അല്ലേ? ഇതിലിപ്പം ഈ റെസ്റ്റോറന്റിനെയും ലുക്ക് ചെയ്ത് അതേപോലെ ഈ ഐറ്റത്തിനെയും ലുക്ക് ചെയ്ത് ആ ഐറ്റം തന്നെ വെജ് ആണോ ചിക്കൻ ആണോ കൂടി ലുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, അവരെ പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇതില് കാബൂസ് വെജ് ബർഗറിന്റെ പ്രൈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ എന്തൊക്കെ വന്നു? റെസ്റ്റോറന്റും വന്നു, വെജ് ആണോ ചിക്കൻ ആണോ എന്നുള്ളതും വന്നു, ഐറ്റവും വന്നു. അപ്പൊ മൂന്നും കൂടി ലുക്ക് ചെയ്തിട്ട് വേണം എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ? പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാന്ന് ചെയ്തേ നോക്കാം. ഈക്വൽ ടു VLOOKUP കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. നമ്മുടെ ലുക്കപ്പ്, ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ എന്തൊക്കെ വന്നു? റെസ്റ്റോറന്റ് അല്ലേ, കാബൂസ് വന്നു, കൊമ വെജ് ആണോ ചിക്കൻ ഉള്ളത് വെജ് വന്നു, കൊമയല്ല ഇവിടെ ലുക്കപ്പ് വാല്യൂ ഫസ്റ്റത്തെ ലുക്കപ്പ് വാല്യൂ ഏത് കൊടുത്തു? കാബൂസ് കൊടുത്തു അല്ലേ? അതിനുശേഷം നമ്മൾ കീബോർഡിന്റെ അകത്തുള്ള ആൻഡ് ഉണ്ടാവൂലേ, നമുക്ക് കൊമക്ക് പകരം അവിടെ ആൻഡ് കൊടുക്കുക. നെക്സ്റ്റ് ലുക്കപ്പ് വാല്യൂ കൊടുക്കുന്നു, വീണ്ടും ആൻഡ് കൊടുക്കുന്നു, നെക്സ്റ്റ് ലുക്കപ്പ് വാല്യൂ. ഇപ്പൊ ഇവിടെ 3 ലുക്കപ്പ് വാല്യൂസ് വന്നിട്ടുണ്ട്. നമ്മൾ 3ന് ലുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് കിട്ടാൻ? ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടുത്തെ 3 ലുക്കപ്പിനെ നമ്മൾ ആൻഡ് ഇട്ടിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത സെയിം തന്നെ കോമ ഇടുന്നു, ടാബിൾ അറേ. ടാബിൾ അറേ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു, കോമ കോളം ഇൻഡെക്സ് നമ്പർ. ഇതിൽ കോളം ഇൻഡെക്സ് നമ്പർ പ്രൈസ് ആണല്ലേ, അപ്പൊ പ്രൈസ് എത്രാമത്തെ കോളത്തിലാണ് കൊടുക്കുന്നത്? കോമ എക്സാക്ട് മാച്ച് 0 കൊടുക്കുന്നു, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എങ്ങനെ കൊടുത്തത്? നമ്മൾ ഓരോ VLOOKUP ഫംഗ്ഷൻ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ ഏതാണോ നമ്മളെ ലുക്കപ്പ് ചെയ്യുന്ന വാല്യൂസ് അതിന് നമ്മൾ കൊമ്മയല്ല ആൻഡ് ഇട്ടിട്ട് 3ന് ഒരുമിച്ച് കൊടുക്കുന്നു. അതിനുശേഷം ആ ലുക്കപ്പ് കഴിഞ്ഞതിന് ശേഷം കോമ ഇടുന്നു. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ്, ടാബിളിനെ സെലക്ട് ചെയ്യുന്നു, കോളം ഇൻഡെക്സ് നമ്പർ കൊടുക്കുന്നു, 0 അപ്ലൈ ചെയ്യുന്നു, എൻഡ്. നമ്മൾ VLOOKUP കഴിഞ്ഞ് നെക്സ്റ്റ് VLOOKUP ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് HLOOKUP ഫംഗ്ഷൻ ആണ്. നമ്മളെ VLOOKUP പോലെ തന്നെ നമ്മൾ ഉള്ള സെയിം സംഭവമാണ് HLOOKUP ഫംഗ്ഷൻ. പക്ഷെ നമുക്ക് VLOOKUPനകത്ത് നമുക്ക് ഡാറ്റ എങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു? കോളം ബേസ് നമുക്ക് വെർട്ടിക്കൽ ആയിട്ടായിരുന്നു ഡാറ്റ ഉണ്ടായിരുന്നത് അല്ലേ? പക്ഷെ നമുക്ക് HLOOKUP എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലുക്കപ്പ് ആണ്. അപ്പൊ നമുക്ക് ഡാറ്റ എങ്ങനെയാ ഉണ്ടാവുക? നമുക്ക് റോ ബേസ് ആയിരിക്കും നമുക്ക് ഡാറ്റ ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ഈ റോ ബേസിൽ ഡാറ്റ നമ്മൾ VLOOKUP ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ല. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഡാറ്റ എങ്ങനെയാ തന്നിട്ടുള്ളതെന്ന് ആദ്യം നോക്കണം. ഈ കേസിൽ നമ്മളിപ്പം HLOOKUP അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടൂല, അതേപോലെ ഇവിടെ VLOOKUP അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ല. അപ്പൊ നമുക്ക് റോ ബേസ് ആ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് അപ്ലൈ ചെയ്യും?
എച്ച് ലുക്കപ്പ് ഫംഗ്ഷൻ കൊടുക്കും. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു എംപ്ലോയീസിന്റെ ഐഡിയും സാലറിയും ഡേറ്റ് ഓഫ് ജോയിനിങ് ഒക്കെ തന്നിട്ടുണ്ട്. ഈ ഡാറ്റനകത്ത് നിനക്ക് എന്ത് കിട്ടണം? ഈ ഇന്ദ്രയത്തിന്റെ എംപ്ലോയ്മെന്റ് ഐ ഡി കിട്ടുന്നു. അപ്പം ഇവിടെ നമ്മൾ ലുക്കപ്പ് സെയിം സംഭവം, സിൻടാക്സ് ഒക്കെ സെയിം തന്നെയാണ്. ലുക്കപ്പ് വാല്യൂ ടാബിൾ അറേ റോ. നമ്മൾ നേരത്തെ കോളം ഇൻഡെക്സിന് പകരം എന്തായിരിക്കും? റോ ഇൻഡെക്സ് നമ്പർ ആയിരിക്കും. എത്രാമത്തെ റോയിൽ നിന്നായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. ഓക്കെ, വേറെ മാറ്റമൊന്നുമില്ല. ഫംഗ്ഷൻ വി ലുക്കപ്പിന് പകരം എച്ച് ലുക്കപ്പ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഈക്വൽ ടു എച്ച് ലുക്കപ്പ് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ലുക്കപ്പ് വാല്യൂ ഇതിനെ ലുക്ക് ചെയ്തിട്ട് നമ്മൾ ഇന്ദ്രയത്തിനെ ലുക്ക് ചെയ്തിട്ടാണ് ആൻസർ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പം ഇന്ദ്രയത്ത് കൊടുക്കുന്നു, കോമ ടാബിൾ എറേ. ടാബിൾ എറേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടാബിൾ ഡാറ്റയുള്ള ടാബിൾ കൊടുക്കുന്നു, കോമ റോ ഇൻഡെക്സ് നമ്പർ. നേരത്തെ നമുക്ക് ഇവിടെ കോളം ഇൻഡെക്സ് നമ്പർ ആണ് ഉണ്ടായിരുന്നത്. നമ്മൾ കോളാണ് എത്രാമത്തെ കോളാണെന്നാണ് നോക്കിയത്. ഇവിടെ നമുക്ക് റോ ആണ്, എത്രാമത്തെ റോയിലാണ് നോക്കേണ്ടത്. എംപ്ലോയ്മെന്റ് ഐ ഡി എന്ന് പറയുന്നത് 1. ഈ ടാബിളിനകത്ത് നോക്കണേ. ടാബിളിനകത്ത് 1, 2 രണ്ടാമത്തെ റോയിലാണ്. 2 കൊടുക്കുന്നു, കോമ 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. കറക്റ്റ് അല്ലേ? നെക്സ്റ്റ് വിധേന്റെ സാലറി നോക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ലുക്കപ്പ് വാല്യൂ നമുക്ക് ഒന്നിക്ക് ഇവിടുന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ടാബിളിൻ്റെ അകത്തുനിന്ന് കൊടുക്കാന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും എച്ച് ലുക്കപ്പ് ഫംഗ്ഷൻ കൊടുക്കുന്നു, ഇസ് ഈക്വൽ ടു എച്ച് ലുക്കപ്പ് ബ്രാക്കറ്റ് ക്ലോസ് ഓപ്പൺ ആക്കുന്നു. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഫിദാനെ കൊടുക്കുന്നു, കോമ ടാബിൾ അറേ. ടാബിൾ സെലക്ട് ചെയ്യുന്നു മൊത്തത്തിൽ, കോമ റോ ഇൻഡെക്സ് നമ്പർ. ഇവിടെ ഫിദാന്റെ സാലറിയാണ് നമ്മൾ നോക്കുന്നത്. 1, 2, 3, കോമ 0. നെക്സ്റ്റ് ശങ്കറിന്റെ ഡേറ്റ് ഓഫ് ജോയിനിങ് നോക്കുന്നു, ഇസ് ഈക്വൽ ടു എച്ച് ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ലുക്കപ്പ് വാല്യൂ ശങ്കർ കൊടുക്കുന്നു, കോമ ടാബിൾ എറേ, കോമ റോ ഇൻഡെക്സ് നമ്പർ 1, 2, 3, 4, കോമ 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ ആണോ ചെയ്തത്? ഇവിടെ എംപ്ലോയ്മെന്റ് ഐ ഡി നോക്കുന്നു, ഇസ് ഈക്വൽ ടു എച്ച് ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ദിയന് കൊടുക്കുന്നു, കോമ ടാബിൾ സെലക്ട് ചെയ്യുക, കോമ റോ ഇൻഡെക്സ് നമ്പർ എംപ്ലോയ്മെന്റ് ഐ ഡി എന്ന് പറയുന്നത് 2, കോമ 0. ഇനി ഇതേപോലെ നമ്മളിവിടെ വി ലുക്കപ്പ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കിക്കോ, ഈക്വൽ ടു വി ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഇന്ദ്രയത്ത് കൊടുക്കുന്നു, കോമ ടാബിൾ എറേ കൊടുക്കുന്നു, കോമ 2 കൊടുക്കുന്നു, 0. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടൂല. നെക്സ്റ്റ് ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻ ആണ് നോക്കുന്നത്. ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പവർഫുൾ ഫംഗ്ഷൻ ആയിട്ടാണ് പറയുന്നത്. കാരണം നമ്മൾ വി ലുക്കപ്പ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് വേർട്ടിക്കലി മാത്രമേ ലുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടും അല്ലേ. കോളം ബേസ് മാത്രം വലത് സൈഡിലേക്ക് മാത്രമേ ലുക്ക് ചെയ്യാൻ പറ്റും. എച്ച് ലുക്കപ്പോ നമുക്ക് റോ ബേസ് ഹൊറിസോണ്ടലി മാത്രമേ ലുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലേക്ക്, നമുക്ക് വേർട്ടിക്കലി ആയാലും ഹൊറിസോണ്ടലി ആയാലും നമുക്ക് ലുക്ക് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട് സൈഡ് നമുക്ക് ലുക്ക് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു ഡാറ്റനകത്ത് ഷോപ്പ് ഈ ഡൗട്ട് ഉണ്ടോ? ഷോപ്പ് ഇയില് 2016 സെയിൽ കണ്ടുപിടിക്കണം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഹൊറിസോണ്ടലി ലുക്ക് ചെയ്യണം, വേർട്ടിക്കലി ലുക്ക് ചെയ്തിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അല്ലേ. ആ ടൈം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻഡെക്സ് മാച്ച്.
ഓക്കെ, മീനിങ് മനസ്സിലായില്ലേ? നമുക്ക് വലത് സൈഡേക്കും ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഒക്കെ ലുക്ക് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ടും ഒരുമിച്ചുള്ള ഒരു ഫംഗ്ഷനാണ്. രണ്ടും രണ്ട് ഫംഗ്ഷനാണ്, ഇൻഡെക്സ് വേറെ മാച്ച് വേറെ. പക്ഷെ ഇത് രണ്ടും ഒറ്റക്കൊറ്റക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, വലിയ അഡ്വാൻറ്റേജസും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് രണ്ട് സൈഡേക്ക് നമുക്ക് ലുക്ക് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇൻഡെക്സും മാച്ചും എന്താണെന്ന് ആദ്യം നോക്കാം. മാച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഇപ്പൊ ഈ ഷോപ്പ് ബിന്റെ പൊസിഷൻ എത്രയാണെന്ന് നോക്കണം. അപ്പൊ പൊസിഷൻ മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ഇൻഡെക്സ് എന്ന് പറയുന്നതോ നമ്മൾ വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പെർട്ടിക്കുലർ പൊസിഷനെ ബേസ് ചെയ്തിട്ടുള്ള വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എനിക്ക് ഷോപ്പ് എയിൽ 2015 സെയിൽ കണ്ടുപിടിക്കണം. ഈ ഒരു ആൻസർ കിട്ടണം. അപ്പോൾ നോക്കുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു ഇൻഡെക്സ് കൊടുക്കുന്നു. ഫസ്റ്റ് നമ്മളോട് പറയുന്ന ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എറയാണ്. അവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണുന്നില്ലേ? ഈ ആർഗ്യുമെന്റ്സ് ഒക്കെ കാണുന്നില്ലേ? ഫസ്റ്റ് നമ്മളോട് ആർഗ്യുമെന്റ് പറയുന്നത് എന്താണ്? എറേ എന്നുള്ള ആർഗ്യുമെന്റ് ആണ് പറയുന്നത്. എറേ എന്ന് പറഞ്ഞാൽ നമ്മളെ ടാബിൾ ആണ്. നമ്മളെ ടാബിൾ എറേ ആണ് നമ്മൾ എറേ എന്ന് പറയാം. നമ്മൾ ഈ ഡാറ്റനെ മൊത്തത്തിലുള്ള ടാബിളിനെയാണ് നമ്മൾ എറേ എന്ന് പറയാം. സെലക്ട് ചെയ്യുന്ന കോമ, നെക്സ്റ്റ് റോ നമ്പർ. റോ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഷോപ്പ് എ എന്നുള്ളത് നമ്മളെ ഈ ഒരു ടാബിളിനകത്ത് എത്രാമത്തെ റോലാന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. 1, 2 ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് തന്നെ നോക്കണം. ഇപ്പൊ ഇവിടെ ഷോപ്പ് എ എന്ന് പറയുന്നത് ഈ ടാബിളിനകത്ത് 1, രണ്ടാമത്തെ റോലാന്നല്ലേ. അപ്പൊ 2 കൊടുക്കുന്നു, കോമ, കോളം നമ്പർ. കോളം നമ്പർ എന്ന് പറഞ്ഞാലോ 2050 എന്ന് പറയുന്നത് ഈ ടാബിളിനകത്ത് എത്രാമത്തെ കോളത്തിലാന്നുള്ളത്. 1, 2 രണ്ടാമത്തെ കോളത്തിൽ. അവിടെ നമ്മൾ എന്ത് വേണം? നമ്മൾ സെർച്ച് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ആൻസർ കിട്ടി. നെക്സ്റ്റ് നമ്മൾ മാച്ച് ഫംഗ്ഷൻ എന്താ പറഞ്ഞത്? നമ്മൾ എത്രാമത്തെ പൊസിഷനിലാണ് നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന വാല്യൂ ഉള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മാച്ച് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. മറ്റേത് വാല്യൂസ് റിട്ടേൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാം, ഏത് പൊസിഷനിലാണ് ഉള്ളതെന്നുള്ളത്. നോക്കുക, ഇസ് ഈക്വൽ ടു മാച്ച് കൊടുക്കുന്നത്. വാല്യൂസ് റിട്ടേൺ ചെയ്ത് കിട്ടാന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇതിപ്പം ഇതിൻ്റെ അകത്തുള്ള കണ്ടുപിടിക്കേണ്ടത് എന്തിനാണോ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആൻസർ കിട്ടുന്നത് അതിനാ. ഇപ്പൊ ഈ 2015 ഈ ഒരു സെയിലിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇൻഡെക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തത്. ഷോപ്പ് എയിൽ 2015 സെയിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്? എന്താണ്, നമ്മളത് എത്രാമത്തെ റോലാന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ഇതിപ്പോ ചെറിയ ഡാറ്റ ആയതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഒരു വലിയ ഡാറ്റ ആണെങ്കിൽ നമ്മൾ ഇതിപ്പം ഇങ്ങനെ സെഡ് വരെയൊക്കെ ഉള്ള ഡാറ്റയാന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മളത് എത്രാമത്തെ റോലാന്നുള്ളത് നോക്കണം. അതേപോലെ ഇയറും അങ്ങനെ വലിയ കുറെ 10-20 കൊല്ലത്തെ ഡാറ്റ ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ നമ്മളത് ഇയറും എത്രാമത്തെ കോളത്തിലാന്ന് കണ്ടുപിടിക്കണം. ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അത് അപ്പൊ ഇനി നമുക്ക് മാച്ചും കൂടി കൊടുത്തതിന് ശേഷം രണ്ടും കൂടി ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാ കിട്ടുന്നേ നോക്കാം. ഇനി ഈ ഷോപ്പ് ബിന്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്രാമത്തെ പൊസിഷനിലാണ്. ഈക്വൽ ടു മാച്ച് കൊടുക്കുന്ന ലുക്കപ്പ് വാല്യൂ. ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഷോപ്പ് ബിന്ന് ലുക്ക് ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കണ്ട അല്ലേ. അപ്പൊ ഷോപ്പ് ബി കൊടുക്കുന്ന കോമ ലുക്കപ്പ് എറേ. ലുക്കപ്പ് എറേ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ലുക്കപ്പ് വാല്യൂ ഉള്ള കോളത്തിനാണ് നമ്മൾ ലുക്കപ്പ് എറേ എന്ന് പറയാം. നമ്മൾ എറേ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു സെല്ലിന്, ഒരു കൂട്ടം സെല്ലിന് നമ്മൾ എറേ എന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഷോപ്പ് ബി ആണ്. ആ ഷോപ്പ് ബി ഉള്ള കോളം ആയിരിക്കണം നമ്മൾ ലുക്കപ്പ് എറേ. ആ മൊത്തത്തിൽ സെലക്ട് ചെയ്യും. ഓക്കെ ആണോ പറഞ്ഞത്? അപ്പൊ ഷോപ്പ് ബി എന്ന് പറയുന്നത് എത്രാമത്തെ പൊസിഷനിലാണ്? 3ാമത്തെ പൊസിഷനിലാണ്. നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്.
പറഞ്ഞ ക്ലിയർ ആയിനോ? ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ഇൻഡെക്സും മാച്ചും വേറെ വേറെ ചെയ്യുന്ന സമയത്ത് നോക്കി. പക്ഷെ ഇതിനകത്തുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി അപ്ലൈ ചെയ്തിട്ട് ഒരുമിച്ച് യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം നമ്മളെ ഫംഗ്ഷൻ ഇൻഡെക്സ് കൊടുക്കുന്നു. ഇതിന്റെ ആർഗ്യുമെന്റ്സ് ആദ്യം നമുക്ക് നോക്കാം. ഇൻഡെക്സ് ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നോക്കിയേ. ഇസ് ഈക്വൽ ടു ഇൻഡെക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എറേ. എറേ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മളെ ടാബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക എറേ. അത് കഴിഞ്ഞിട്ട് മാച്ച് ഫംഗ്ഷൻ അവിടെ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്ക് ചെയ്യുന്ന സമയത്ത് നോക്കാം. അതിനുശേഷം നമ്മൾ ലുക്കപ്പ് വാല്യൂ കൊടുക്കുന്നു. ലുക്കപ്പ് എറേ കോമ വീണ്ടും നമ്മുടെ മാച്ച് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ എക്സാക്ട് മാച്ച് എന്ന് പറഞ്ഞിട്ട് 0 കൊടുത്തിട്ടുണ്ട് അല്ലേ. അതാണ് ഇവിടെ മാച്ച് ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും നമ്മൾ മാച്ച് ഫംഗ്ഷൻ കൊടുക്കുന്നത്. രണ്ടാമത് മാച്ച് ഫംഗ്ഷൻ കൊടുക്കുന്നത് എന്തിനാണ്? നമ്മൾ ആദ്യം നമ്മൾ കോളത്തിനെയും ബേസ് ചെയ്യണം, അതേ നമ്മളെ തന്നെ റോനെയും ലുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ രണ്ട് സൈഡ് നമുക്ക് എന്ത് ചെയ്യണം? ലുക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും മാച്ച് ഫംഗ്ഷൻ കൊടുക്കുന്നത്. അതേപോലെ ലുക്കപ്പ് വാല്യൂ വീണ്ടും കൊടുക്കുന്നത്, ലുക്കപ്പ് എറേ വീണ്ടും മാച്ച് ടൈപ്പ്. അപ്പൊ ഇത് അപ്ലൈ ചെയ്യുന്ന നോക്കാം. ഇസ് ഈക്വൽ ടു ഇൻഡെക്സ് കൊടുക്കുന്നു. ഫസ്റ്റ് നമ്മളോട് പറയുന്ന ആർഗ്യുമെന്റ് എറേ ആണ്. എറേ എന്ന് പറഞ്ഞാൽ നമ്മളെ ടാബിള് മൊത്തത്തിൽ സെലക്ട് ചെയ്യുക, കോമ ഇവിടെ നമ്മളോട് റോ നമ്പർ ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ ഇൻഡെക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തുണ്ട്? റോ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നമ്മൾ റോ നമ്പർ എങ്ങനെയാണ് കൊടുത്തത്? സെർച്ച് ചെയ്തിട്ട് കൊടുക്കുക. എത്രാമത്തെ ഉള്ളതെന്ന് സെർച്ച് ചെയ്തിട്ട് അവിടെ കൊടുക്കുക ഇത്. പക്ഷെ ഇവിടെ നമ്മൾ അതിന് പകരമാണ് നമ്മൾ ഇവിടെ മാച്ച് ഫംഗ്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മാച്ച് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. റോ നമ്പറിന്റെ അവിടെ മാച്ച് ഫംഗ്ഷൻ കൊടുക്കുന്നു. ഫസ്റ്റത്തെ ലുക്കപ്പ് വാല്യൂ എന്താണ്? ഷോപ്പ് ഈനെയാണ് നമ്മൾ ഫസ്റ്റ് ലുക്ക് ചെയ്യുന്നത് അല്ലെ. ഷോപ്പ് ഈനെ ലുക്ക് ചെയ്തിട്ട് 2016 രണ്ടാമത്തെ ലുക്കപ്പ് വാല്യൂ ആണ് 2016 എന്നുള്ളത്. അപ്പൊ ഫസ്റ്റത്തെ ലുക്കപ്പ് വാല്യൂ എന്താണ്? ഷോപ്പ് ഇ ആണ്, കോമ ലുക്കപ്പ് എറേ നമ്മൾ ഷോപ്പ് ഇന്റെ എറേ നമ്മൾ ആ ഒരു കോളം മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, കോമ ഇവിടുത്തെ നമ്മളെ എക്സാക്ട് മാച്ച് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ് അല്ലെ. 0 കൊടുക്കുന്ന, വീണ്ടും ബ്രാക്കറ്റ് ക്ലോസ്. ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് മാച്ചിന്റെ ബ്രാക്കറ്റാണ് നമ്മളിപ്പോൾ ക്ലോസ് ചെയ്തത്. ദെൻ കോമ കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മളോട് കോളം നമ്പർ ചോദിക്കുന്നു. നമ്മൾ നേരത്തെ റോ നമ്പർ ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? മാച്ച് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. അതേപോലെ ഇനി എന്ത് ചെയ്യണം? കോളത്തിനെയും മാച്ച് ചെയ്തിട്ട് വേണം നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. വീണ്ടും നമ്മൾ അവിടെ മാച്ച് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. സെക്കൻഡ് ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 2016 ആണ് അല്ലെ. 2016 കൊടുക്കുന്നു, കോമ ലുക്കപ്പ് എറേ. നെക്സ്റ്റ് എറേ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 2016 അടങ്ങിയിരിക്കുന്ന റോ കോളം ഇവിടെ അത് കൊടുക്കുന്നു. ഫസ്റ്റത്തെ ലുക്ക് എറേ എന്ന് പറയുന്നത് ഇങ്ങനെ കൊടുത്തു. നെക്സ്റ്റ് എറേ എന്ന് പറയുന്നത് ഇങ്ങനെ, കോമ 0. വീണ്ടും നമ്മൾ മാച്ചിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് പിന്നെ നമ്മൾ ഇവിടെ ഇൻഡെക്സിന്റെ ബ്രാക്കറ്റും കൂടി ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്രാക്കറ്റും കൂടി ക്ലോസ് ചെയ്യുന്നു. ദെൻ എൻഡ്. ഷോപ്പ് ഇയില് 2016 സെയിൽ. ഒന്നുകൂടി പറയോ? പറയാലോ. നെക്സ്റ്റ് എന്താ? ഷോപ്പ് എയില് 2015 സെയിൽ കണ്ടുപിടിക്കുന്നു. ഇസ് ഈക്വൽ ടു ഇൻഡെക്സ് കൊടുക്കുന്ന, ആദ്യം ഫംഗ്ഷൻ കൊടുക്കുക, ടാബ് ഇടുന്നു, എറേ നമ്മളെ ടാബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു, കോമ റോ നമ്പറിന്റെ അടുത്ത് നമ്മൾ ഏത് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു? മാച്ച് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് ലുക്കപ്പ് വാല്യൂ. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഷോപ്പ് എനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത് അല്ല. അപ്പൊ ഷോപ്പ് എ കൊടുക്കുന്നു, കോമ ലുക്കപ്പ് എറേ. നമ്മൾ ഷോപ്പ് എന്റെ കോളത്തിനെ നമ്മൾ ലുക്കപ്പ് എറേ എന്ന് പറയാം. മൊത്തത്തിൽ കൊടുക്കുന്ന, കോമ എക്സാക്ട് മാച്ച് 0 കൊടുക്കുന്നു. ബ്രാക്കറ്റ് മാച്ചിന്റെ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു, കോമ
വീണ്ടും നമ്മളോട് ഇവിടെ കോളൻ നമ്പർ ചോദിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, മാച്ച് ഫംഗ്ഷൻ കൊടുക്കുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 2015 ആണ് നെക്സ്റ്റ് ലുക്കപ്പ് വാല്യൂ. ഫസ്റ്റത്തെ ലുക്കപ്പ് വാല്യൂ ഷോപ്പ് എ കൊടുത്തു. നെക്സ്റ്റ് ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് 2015 ആണ്. കോമ ലുക്കപ്പ് എറേ. എറേ എന്ന് പറയുന്നത് നമ്മളെ ഈ ഷോപ്പ് ഓൺ, നേരത്തെ നമ്മൾ ലുക്കപ്പ് എറേ എങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു അല്ലെ. നമുക്ക് ഇയറിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ ഇയർ വരുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയാണ്. അപ്പൊ ലുക്കപ്പ് എറേ എന്ന് പറയുന്നത് ആ 2015 എറേ മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു. കോമ 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇപ്പം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തത് മാച്ചിന്റെ ബ്രാക്കറ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഇൻഡെക്സിന്റെ മാച്ച് ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അതും കൂടി ക്ലോസ് ചെയ്യുന്നു. ദെൻ എൻഡ്. ഷോപ്പ് ആയാൽ 2015. ഒന്നും കൂടി നോക്കാം. ഈക്വൽ ടു ഇൻഡെക്സ് കൊടുക്കുന്നു, എറേ കോമ റോ നമ്പറിൻ്റെ അവിടെ നമ്മൾ മാച്ച് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. ലുക്കപ്പ് വാല്യൂ ഷോപ്പ് ഡി ആണ്, കോമ ലുക്കപ്പ് എറേ കോമ 0 ബ്രാക്കറ്റ് ക്ലോസ്. വീണ്ടും കോമ ഇടുന്നു. കോളം ഇൻഡെക്സ് നമ്പറിൻ്റെ അവിടെ മാച്ച് അപ്ലൈ ചെയ്യുന്നു. ലുക്കപ്പ് എറേ എന്ന് പറയുന്നത് 2019 ആണ്, അത് അപ്ലൈ ചെയ്യുന്നു. കോമ എറേ കൊടുക്കുന്നു. ഈ എറേ കൊടുക്കുന്ന സമയത്ത് മാറിപ്പോരാ, അപ്പോൾ ആൻസർ തെറ്റും. കോമ 0 ബ്രാക്കറ്റ് ക്ലോസ്. എൻ്റർ. ഇപ്പൊ ക്ലിയർ ആയിനോ? യെസ് മാം. ഓക്കെ. ഇന്ന് എടുത്തതിൽ ഈ 3 ഫംഗ്ഷനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇന്ന് നോക്കിയത് എന്തൊക്കെയാണ്, വി ലുക്കപ്പും എച്ച് ലുക്കപ്പും ഇൻഡെക്സ് മാച്ച് ഫോർമുലാസും. ഇൻഡെക്സിന്റെ ഒന്നും കൂടി ചെയ്യണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഏതാ പറയേണ്ടത്, ഇൻഡെക്സിൻ്റെതാ? ഇൻഡെക്സിന്റെ പറയേണ്ടത്. ഓക്കെ. ഇൻഡെക്സ് മാച്ച് ഒന്നും കൂടി ഇത് പറയണോ? ആദ്യം മുതലൊന്ന് പറയും. ആദ്യം മുതലേ പറയണോ? നമ്മൾ വി ലുക്കപ്പിനും എച്ച് ലുക്കപ്പിനും പകരം യൂസ് ചെയ്യുന്ന ഒരു വേറൊരു ഫംഗ്ഷൻ ആണ് ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഇൻഡെക്സ് മാച്ച് എന്ന് പറയുന്നത് നമുക്ക് ഒറിസോണ്ടലിയും വേർട്ടിക്കലിയും നമുക്ക് ലുക്ക് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് വി ലുക്കപ്പ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് കോളം ബേസ് മാത്രമേ ലുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ എച്ച് ലുക്കപ്പ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി മാത്രമേ ലുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ടേക്കും ലുക്ക് ചെയ്യാം, അതേപോലെ ഇങ്ങോട്ടേക്കും ലുക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഈ ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ടും ഒരുമിച്ചുള്ള ഒരു ഫംഗ്ഷൻ അല്ല. ഇൻഡെക്സ് വേറെ ഫംഗ്ഷൻ ആണ്, മാച്ച് വേറെ ഫംഗ്ഷൻ ആണ്. പക്ഷെ ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻ ഇത് ഒരുമിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുള്ളൂ, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് മാറുള്ളൂ. കാരണം ഈ ഇൻഡെക്സ് ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്, നമ്മൾ ആ റോ നമ്പറും കോളം നമ്പറും ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. നോക്കിക്കോ, ഇപ്പൊ ഈ 2015 ഷോപ്പ് ഏണ്ടത് നമുക്ക് സെയിൽ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈസ് ഈക്വൽ ടു ഇൻഡെക്സ് കൊടുക്കുന്ന. ഫസ്റ്റ് നമ്മളോട് എറേ ടാബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. എറേ എന്ന് പറഞ്ഞാൽ ടാബിൾ എറേ ആണ് കേട്ടോ പറയുന്നത്. ടാബിൾ എറേ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലേ, നമ്മൾ ടാബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. കോമ
റോ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയാന്ന് വെച്ചാൽ നമ്മളെ ഈ ഷോപ്പ് എ എന്ന് പറയുന്നത് എത്രാമത്തെ റോയില്, ഫസ്റ്റത്തെ ഷോപ്പ് എ ആണ് നമ്മൾ നോക്കുന്നല്ലേ. അപ്പൊ അത് എത്രാമത്തെ റോയിലാണ്? ഈ ടേബിളിനകത്ത് ഷോപ്പ് ഓണ്ട് 1, ഷോപ്പ് എ എന്ന് പറയുന്നത് എത്രാമത്തെ? 2ാമത്തെ റോയിലാണ് ഉള്ളത്. അപ്പൊ അവിടെ 2 കൊടുക്കുന്നു, കോമ. കോളം നമ്പർ എന്ന് പറഞ്ഞാലോ, നമ്മൾ 2015 സെയിലാണ് നോക്കുന്നത്. അപ്പൊ 2015 എന്ന് പറയുന്നത് 1, 2, 2ാമത്തെ കോളത്തിലാണ് ഉള്ളത്. അവിടെ വീണ്ടും സെക്കൻഡ് 2 കൊടുക്കുന്നു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ സിന്റാക്സ് ആണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. ടാബിൾ അറേ, കോളം, റോ നമ്പറും കോളം നമ്പറും, ദെൻ എൻ്റർ. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഇതിങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം എത്രാമത്തെ കോളത്തിലാണ് എത്രാമത്തെ റോയിലാണ് ഉള്ളത്. നെക്സ്റ്റ് മാച്ച് എന്ന് പറയുന്നത് എത്രാമത്തെ പൊസിഷനിലാണ് ഉള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മാച്ച് ഫംഗ്ഷൻ കൊടുക്കുന്നത്. ഇപ്പൊ ഈ ഷോപ്പ് ബി എന്നുള്ളത് എത്രാമത്തെ പൊസിഷനിലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ഈസ് ഈക്വൽ ടു മാച്ച് ഫംഗ്ഷൻ കൊടുക്കുന്ന ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഷോപ്പ് ബിനെ ലുക്ക് ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഷോപ്പ് ബി ആയിരിക്കും. ഏതിനെ ലുക്ക് ചെയ്തിട്ടാണ് ആൻസർ കണ്ടുപിടിക്കുന്നത് അതായിരിക്കും നമ്മളെ ലുക്കപ്പ് വാല്യൂ. അത് കൊടുക്കുന്ന വീണ്ടും കൊമയിടുന്ന ലുക്കപ്പ് എറേ. എറേ എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പ് ബി ഉള്ള കോളം ഈ ഒരു കോളം മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. എറേ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സെല്ലുകളെ നമ്മൾ എറേ എന്ന് പറയുക. അപ്പൊ നമ്മൾ ഷോപ്പ് ബി ഉള്ള ഒരു കോളത്തിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും, എൻ്റർ. അപ്പൊ നമ്മൾ ഷോപ്പ് ബി എന്നുള്ളത് 3ാമത്തെ പൊസിഷനിലാണുള്ളത്. 1, 2, 3 3ാമത്തെ പൊസിഷനിലാണുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിങ്ങനെ രണ്ടും വേറെ വേറെ കൊടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഇനി നമ്മൾ ഇത് രണ്ടും ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്നു. ഇൻഡെക്സും മാച്ചും നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പം നമുക്ക് 2 സൈഡേക്ക് ലുക്ക് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിക്കോ, ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്മൾ ഇൻഡെക്സ് ഫംഗ്ഷൻ കൊടുക്കും. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് പറയുന്ന ആർഗ്യുമെന്റ് എന്താണ്? എറേ. എറേ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ടാബിൾ എറേ അല്ലെ. നമ്മളെ ഡാറ്റയുള്ള ടാബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു, കോമ. ഇവിടെ നമ്മൾ റോ നമ്പറാണ് നമ്മളോട് നെക്സ്റ്റ് പറയുന്ന ആർഗ്യുമെന്റ്. നമ്മൾ റോ നമ്പർ നേരത്തെ നമ്മൾ ഇൻഡെക്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കൊടുത്തിട്ടുണ്ടായിനി? ഓരോന്ന് എണ്ണീറ്റല്ലേ, എത്രാമത്തെ പൊസിഷനിലാണ് നമ്മൾ എണ്ണീറ്റാന്ന് കൊടുത്തിട്ടുണ്ടായിനി. അതിന് പകരമാണ് നമ്മൾ ഇവിടെ മാച്ച് ഫംഗ്ഷൻ കൊടുക്കുന്നത്. മാച്ച് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? എത്രാമത്തെ പൊസിഷനിലാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അവിടെ നമ്മൾ മാച്ച് ഫംഗ്ഷൻ, റോ നമ്പറിന്റെ അവിടെ മാച്ച് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. മാച്ച് ഫംഗ്ഷൻ അത് ഫസ്റ്റത്തെ ആർഗ്യുമെന്റ് എന്താണ്? ലുക്കപ്പ് വാല്യൂ. ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ എന്താണ്? ഷോപ്പ് ഇ ആണ് നമ്മളെ ലുക്കപ്പ് വാല്യൂ. അപ്പൊ നമ്മൾ ഷോപ്പ് ഇ കൊടുക്കുന്നു, കോമ. ലുക്കപ്പ് എറേ, നമ്മൾ ലുക്ക് ചെയ്ത വാല്യൂയുടെ എറേ. അപ്പൊ അത് ഷോപ്പ് ഓണ്ട് അല്ലെ. നമ്മൾ കോളം ബേസ് ഇങ്ങനെ സെർച്ച് എറേ മൊത്തത്തിൽ സെലക്ട് ചെയ്തു. ഈ ഒരു കോളം മൊത്തത്തിൽ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എക്സാക്ട് മാച്ച് വാല്യൂ വേണ്ടത് അവിടെ 0 അപ്ലൈ ചെയ്തു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഈ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ മാച്ചിന് ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ആണ് ഇവിടെ ക്ലോസ് ചെയ്തത്. ദെൻ കൊമ ഇടുന്നു. നെക്സ്റ്റ് ആർഗ്യുമെന്റ് എന്താണ്? കോളം നമ്പർ. നമ്മൾ മാച്ച് നേരത്തെ അപ്ലൈ ചെയ്തത് എവിടെയാണ്? റോ നമ്പറിന്റെ അവിടെയാണ് നമ്മൾ മാച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടായി. നെക്സ്റ്റ് നമ്മളോട് കോളം നമ്പർ ചോദിക്കുന്ന അവിടെ നമ്മൾ എന്ത് ചെയ്യുക? മാച്ച് കൊടുക്കുന്നു. കാരണം എന്താ? നമ്മൾ ഇവിടെ മാത്രമേ മാച്ച് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇനി എങ്ങനെയും കൂടി മാച്ച് ചെയ്യണം, ഇയറും കൂടി മാച്ച് ചെയ്തിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വീണ്ടും മാച്ച് കൊടുക്കുന്നു. നെക്സ്റ്റ് ലുക്കപ്പ് വാല്യൂ. ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ എന്താണ്? 2016 കൊടുക്കുന്നു, കോമ. ലുക്കപ്പ് ഇയർ എറേ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം? ഈ നമ്മളെ ഇയർ എങ്ങനെയാ തന്നിട്ടുള്ളത്? ഇങ്ങനെയുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ബേസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നു, കോമ. വീണ്ടും 0 കൊടുക്കുന്നു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. മാച്ചിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ ഇൻഡെക്സിന് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതും കൂടി ക്ലോസ് ചെയ്യുന്നു. ദെൻ എൻ്റർ. അപ്പൊ നമുക്ക് ഇവിടെ ഷോപ്പ് ഇയിൽ 2016 സെയിൽ എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ?